ക്ലാസ് 5-ലെ മലയാളത്തിന്റെ കേരള പാഠാവലിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നാളെ കഴിഞ്ഞാണ് 13-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം തുടങ്ങുന്നത് അല്ലേ? അപ്പൊ നന്നായി പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. പിന്നെ ഏതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണമെന്നും കൂടെ പറയാം വീഡിയോയുടെ അവസാനം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ്? പൊതുവെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുന്നത് കവിതയോ അല്ലെങ്കിൽ കഥയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്ന സംഭവങ്ങളോ അല്ലെ എന്തെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫ് തരും. അപ്പൊ അതിനെ ബേസ് ചെയ്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസും കൊടുത്തിട്ട് കാണും. അപ്പൊ അതനുസരിച്ച് എഴുതാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ ആ പാരഗ്രാഫ് ആദ്യം വേഗത്തിൽ വായിക്കുക. പതിയെ വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുകയില്ല. വേഗത്തിൽ ആ പാരഗ്രാഫ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം വേണം നമ്മൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ നമുക്കൊന്ന് നോക്കാവേ. ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം. ലോകത്ത് ഏറ്റവും അധികം ആളുകളുടെ ഇഷ്ട വിനോദങ്ങളിൽ ഒന്ന്. തപാൽ സ്റ്റാമ്പ് ഉപയോഗിച്ച് തുടങ്ങിയ കാലം തൊട്ടേ ആളുകൾ അത് ശേഖരിക്കാനും തുടങ്ങിയിരുന്നു. ഇന്ന് ലോകത്താകെ 20 കോടിയിലധികം ആളുകൾക്ക് ഈ ഹോബി ഉണ്ട്. കൂട്ടുകാർ സ്റ്റാമ്പ് ശേഖരണം ഹോബി ആക്കുകയാണെങ്കിൽ ആ വിവരം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിക്കാൻ മറക്കരുത്. അവരുടെ സഹായത്തോടെ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റാമ്പുകൾ സംഘടിപ്പിക്കാം. ഇന്ത്യയിൽ ഇറങ്ങുന്ന പുതിയ സ്റ്റാമ്പുകൾ കിട്ടാൻ പോസ്റ്റ് ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ മതി. സ്റ്റാമ്പുകൾ ആൽബത്തിൽ ശേഖരിക്കുന്നതാണ് നല്ലത്. നല്ല കട്ടിക്കടലാസുള്ള നോട്ട് ബുക്ക് ആയാലും മതി. ആൽബത്തിലാകുമ്പോൾ സ്റ്റാമ്പുകൾ ഒട്ടിക്കേണ്ടി വരില്ല. ബുക്കിൽ ശേഖരിക്കുമ്പോൾ പേജിന്റെ ഒരു വശത്തു മാത്രമേ സ്റ്റാമ്പ് ഒട്ടിക്കാവൂ. സ്റ്റാമ്പ് ഹിഞ്ചസ് എന്നു പേരുള്ള ഒരു പ്രത്യേകതരം കടലാസ് സ്റ്റാമ്പ് ഒട്ടിക്കാനായി വാങ്ങും. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനോട് ബന്ധമുള്ള ഒരു 4 ചോദ്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം എ, പ്രസ്താവന 1. അപ്പൊ 2 പ്രസ്താവനകളാണ് അവിടെ തന്നിരിക്കുന്നത്. അങ്ങനത്തെ ചോദ്യം കിട്ടുകയുമ്പോൾ 2 എണ്ണം തന്നിട്ടുണ്ട്. അത് 2ഉം ശരിയാണോ അതോ 1 മാത്രം ശരിയാണോ അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ പ്രസ്താവന 1-ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാമ്പുകൾ ബുക്കിൽ ഒട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രസ്താവന 2-ലോ ലോകത്തെ ഏറ്റവും അധികം ആളുകളുടെ ഇഷ്ട വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം. അപ്പൊ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ലോകത്തെ ഏറ്റവും അധികം ആളുകളുടെ ഇഷ്ട വിനോദമാണ് സ്റ്റാമ്പ് ശേഖരണം എന്നുള്ള പ്രസ്താവന ശരിയാണ്. പ്രസ്താവന 1 ശരിയാണോ? പ്രസ്താവന 1ഉം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കൂടാതെ ചെയ്യേണ്ട കാര്യം നല്ല കട്ടിക്കടലാസുള്ള നോട്ട് ബുക്കിലായാലും മതി. അങ്ങനെ കൂടുതൽ ആൽബത്തിലാകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ എന്താണ്? ഒന്നാമത്തേത് മാത്രം ശരി. ഓപ്ഷൻ ബി 1ഉം 2 ശരി. ഓപ്ഷൻ സി 2 മാത്രം ശരി. ഓപ്ഷൻ ഡി 2ഉം തെറ്റ്. ഏതാണ് ശരിയായ ഉത്തരം? 2 മാത്രം ശരി എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇത്രയും ഉള്ള ക്ലാസ്സുകളിലൊക്കെ എങ്ങനെയായിരുന്നു? ഓപ്ഷൻ സി, ഓപ്ഷൻ എ അങ്ങനെ എഴുതുകയുള്ളായിരുന്നു അല്ലെ? ആൻസർ നിങ്ങൾ എഴുതാറില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ 5-ാം ക്ലാസ്സിലെത്തി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസറും കൂടെ എഴുതണം. ഓപ്ഷൻ സി എന്ന് എഴുതിയിട്ട് 2 മാത്രം ശരി എന്നുള്ള ഉത്തരവും കൂടി എഴുതണം. എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ എഴുതണം, മറന്നു പോകരുത്. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ഹോബികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന വിനോദം ഏത്? ക്രിക്കറ്റ്, സ്റ്റാമ്പ് ശേഖരണം, തൂവൽ ശേഖരണം, നാണയ ശേഖരണം. ഏതാണ്? സി ആണ് കറക്റ്റായ ഉത്തരം, സ്റ്റാമ്പ് ശേഖരണം. ഇനി ക്വസ്റ്റ്യൻ സി, സ്റ്റാമ്പ് ശേഖരണം ഹോബി ആക്കുകയാണെങ്കിൽ ആ വിവരം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും അറിയിക്കാൻ മറക്കരുത്. ഇങ്ങനെ പറയാൻ കാരണം? ഓപ്ഷൻ 1 ആരും സ്റ്റാമ്പ് ചോദിക്കാതിരിക്കാൻ. ഓപ്ഷൻ 2 പുതിയ പുതിയ സ്റ്റാമ്പുകൾ ലഭിക്കാൻ. ഓപ്ഷൻ 3 ബന്ധുക്കളുടെ സഹായത്തോടെ കൂടുതൽ സ്റ്റാമ്പുകൾ ലഭിക്കാൻ. ഏതാണ് ഉത്തരം? 3 ആണ് ശരിയായ ഉത്തരം അല്ലെ? എന്താണ്? ബന്ധുക്കളുടെ സഹായത്തോടെ കൂടുതൽ സ്റ്റാമ്പുകൾ ലഭിക്കാൻ വേണ്ടി. അപ്പൊ 3 മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ സി ആണ് എഴുതേണ്ടത്. ഇനി ഡി ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റാമ്പ് ഒട്ടിക്കുന്നതിനുള്ള പ്രത്യേകതരം കടലാസിന് പറയുന്ന പേര്? സ്റ്റാമ്പ് ഗം, സ്റ്റാമ്പ് ഹിഞ്ചസ്, സ്റ്റാമ്പ് ഗ്ലൂ, സ്റ്റാമ്പ് പേപ്പർ. ഏതാണ്? സ്റ്റാമ്പ് ഹിഞ്ചസ് എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഇനി ചോദ്യം 2,
ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ഡയറി ഒക്കെ എഴുതാൻ പഠിച്ചിട്ട് കാണും, അല്ലെങ്കിൽ കണ്ടിട്ട് കാണും അല്ലേ? അപ്പം ഡയറി കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അവിടെ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട്. എവിടെയോ മരങ്ങൾ ഒടിഞ്ഞമരുന്നതിന്റെ ശബ്ദം, മൃഗങ്ങളുടെ അപായ സൂചനകൾ, ചിഹ്നം വിളികൾ, കനത്ത കാലടികൾ, കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിന്റെ പ്രതിധ്വനി, മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരുന്നു. മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി. കാറ്റും മഴയും കനത്ത ആ രാത്രിയിൽ മണ്ണട്ട എഴുതാനിടയുള്ള ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഡയറി എഴുതുമ്പോ ആദ്യം എന്താണ് എഴുതേണ്ടത്? തീയതി എഴുതണം അല്ലെ? ഏത് ദിവസമാണ് അന്ന് എന്ന് എഴുതണം. പിന്നെ ആ തീയതിയുടെ തൊട്ട് താഴെ ഏത് ദിവസമാണെന്ന് എഴുതണം. അതിനുശേഷം ആ ദിവസത്തെ മൊത്തത്തിൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് സങ്കടമുള്ള ദിവസമായിരുന്നോ, സന്തോഷമുള്ള ദിവസമായിരുന്നോ, രാത്രിയായിരുന്നോ, പകലായിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഡയറിയിൽ എഴുതേണ്ടത്. അതിനുശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ആ ഡയറിയിൽ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് എഴുതാൻ വേണ്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ എന്താണ്? മഴയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ കാട്ടിലെ മഴ എന്ന പാഠഭാഗം നന്നായി വായിച്ചിരിക്കണം. അപ്പൊ അതിനകത്തുണ്ട് മഴ പെയ്യുന്നതിന് മുമ്പും മഴ പെയ്തതിന് ശേഷവും മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയറി എഴുതാൻ ഉറപ്പായിട്ടും ഈസി ആയിരിക്കും. അപ്പൊ ഞാൻ അവിടെ കൊടുക്കാവേ. എന്തൊരു രാത്രിയായിരുന്നു ഇത്. കടുത്ത വേനൽ കഴിഞ്ഞു വന്ന പേമാരി, മഴയുടെ വരവ്. ആദ്യം അറിഞ്ഞത് ഞാനും മലമുഴക്കിയുമായിരുന്നു. കുന്നിൻ മുകളിൽ ആനക്കൂട്ടത്തെ പോലെ മഴമേഘങ്ങൾ വന്നു നിറഞ്ഞപ്പോൾ തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് എനിക്ക് തോന്നിയിരുന്നു. പെട്ടെന്നാണ് കാറ്റ് വീശിയടിക്കാൻ തുടങ്ങിയത്. കാറ്റിന് പിന്നാലെ വലിയ മഴത്തുള്ളികൾ മണ്ണിലേക്ക് പതിച്ചു. ആദ്യം പെയ്യാൻ തുടങ്ങിയപ്പോൾ ഏറെ സന്തോഷം തോന്നി. അതുകൊണ്ട് ഞാനും കുറെ നേരം ഉറക്കെ പാട്ടുപാടി. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ കാറ്റിന്റെ ഭാവം മാറി. അതിന് പേടിപ്പെടുത്തുന്ന ഒരു ഭ്രാന്തൻ ഭാവമായി. കാറ്റിൽ മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ പേടിച്ചു വിറച്ചുപോയി. മൃഗങ്ങളുടെ അപായ സൂചനകളും ചിഹ്നം വിളികളും കാട്ടിലാകെ മുഴങ്ങുന്നുണ്ടായിരുന്നു. കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം കേട്ട ആ നിമിഷങ്ങൾ ശരിക്കും ഭയപ്പെടുത്തുന്നതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ നിന്നു. നിലാവ് തെളിഞ്ഞു. മിന്നാമിന്നികൾ പാറി നടന്നു. എന്തൊരു ഭംഗിയായിരുന്നു കാടിന്. വെള്ളം എവിടെയൊക്കെയോ ഒലിച്ചിറങ്ങുന്ന ശബ്ദം കേൾക്കാം. ശാന്തമായ കാടിന്റെ സംഗീതം ആസ്വദിച്ച് ഞാൻ ഇരുന്നു. ഇങ്ങനെയാണ് ഒരു ഡയറി എഴുതേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ബി എന്താണ്? ചോദ്യം ബി നോക്കിക്കേ. കാട്ടിൽ കന്നിമഴ പെയ്തു. കന്നിമഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കന്നിമാസത്തിലെ മഴ, വേനൽക്കാലത്ത് ആദ്യം പെയ്യുന്ന മഴ, വർഷകാലത്തെ മഴ, തുലാമഴ. കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? വേനൽക്കാലത്ത് ആദ്യം പെയ്യുന്ന മഴ. ഇനി സി ചോദ്യം എന്താണ്? കന്നിമഴ പെയ്തതിന് ശേഷമുള്ള കാടിന്റെ കാഴ്ചകളിൽ പെടാത്തത് ഏതെന്നാണ്. അപ്പൊ നിങ്ങൾ ചോദ്യം ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. പെട്ടതാണോ പെടാത്തതാണോ എന്ന് നോക്കണം. ഇവിടെ എന്താണ്? കാഴ്ചകളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പച്ച പൂക്കൾക്കിടയിൽ മിന്നാമിനുങ്ങുകളുടെ കൂട്ടം, മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങി, ഇടിമിന്നൽ ചാലുകൾ പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു, മണ്ണട്ടകളുടെയും ചീവീടുകളുടെയും പാട്ട് കാട്ടിനെ സംഗീത സാന്ദ്രമാക്കി. അപ്പൊ ഏതാണ് എഴുതേണ്ടത്? ഏതാണ്? മണ്ണട്ടകളുടെയും ചീവീടുകളുടെയും പാട്ട് കാടിനെ സംഗീത സാന്ദ്രമാക്കി. ചോദ്യം 3 അതെന്ത് ചെയ്യാനുള്ളതാണെന്ന് അറിയാമോ? സംഭാഷണം തയ്യാറാക്കാനുള്ളതാണ്. അപ്പം ചോദ്യം 3 2 ക്വസ്റ്റ്യൻസുകൾ കാണും. 3A 3B എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്നിനാണ് ഉത്തരം എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കണം കേട്ടോ. എത്ര എണ്ണത്തിനാണ്? 3ഉം 4ഉം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, 3ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് സാധാരണ ഓപ്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഒന്നെങ്കിൽ അല്ലെങ്കിൽ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം എഴുതുക, അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യനും വായിച്ചു നോക്കണം. എന്നിട്ട് ഏറ്റവും നന്നായി അറിയാവുന്നത് വേണം എഴുതാൻ വേണ്ടി. എന്താണ്? സംഭാഷണം എഴുതാനാണ്. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. അവർ തമ്മിൽ നടത്താനിടയുള്ള സംഭാഷണം തയ്യാറാക്കുക. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ? നമ്മൾ ഏത് പാഠത്തിലാണ് പഠിച്ചത്? ഡെയ്സി ചെടിയുടെ പാഠത്തില് പഠിച്ചതാണ് അല്ലെ? കിളി ചത്ത് കിടക്കുന്ന നമ്മൾ ഡെയ്സി ചെടിയുടെ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള സംഭാഷണം. അപ്പൊ 2 കുട്ടികൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി എന്ന് ഞങ്ങൾ അങ്ങോട്ട് എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ കുട്ടി എന്താണ് പറയുന്നത്?
അയ്യോ നോക്കിക്കേ, നമ്മുടെ വാനമ്പാടിക്ക് എന്തു പറ്റി, ഇത് അനങ്ങുന്നില്ലല്ലോ. രണ്ടാമത്തെ കുട്ടി, ഇതിന്റെ ജീവൻ പോയി, ശരീരം മുഴുവൻ തണുത്തു വിറച്ചിരിക്കുന്നു, നമ്മൾ ഇന്നലെ ഇതിന് വെള്ളം കൊടുക്കാൻ മറന്നുപോയല്ലോ. ആദ്യത്തെ കുട്ടി, എല്ലാം നമ്മുടെ തെറ്റാ, കൂട്ടിൽ പൂട്ടിയിട്ടത് കൊണ്ടല്ലേ അതിന് ഈ ഗതി വന്നത്. രണ്ടാമത്തെ കുട്ടി, ശരിയാ, ആകാശത്ത് പറന്നു നടക്കേണ്ട പാവം കിളിയായിരുന്നു. ആദ്യത്തെ കുട്ടി, അതിന്റെ സങ്കടവും ദാഹവും നമ്മൾ അറിഞ്ഞില്ല. രണ്ടാമത്തെ കുട്ടി, നമുക്ക് ഈ പാവം കിളിക്ക് നല്ലൊരു ശവക്കല്ലറ ഒരുക്കാം. ആദ്യത്തെ കുട്ടി, ഇനി ഒരിക്കലും നമ്മൾ ഒരു പക്ഷിയെയും പിടിച്ച് കൂട്ടിൽ അടയ്ക്കരുത്, അവയുടെ ലോകം ആകാശമാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അതായത് കുഞ്ചൻ നമ്പ്യാർ എഴുതിയ വരികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് വേണം നിങ്ങൾ കുറിപ്പ് തയ്യാറാക്കാൻ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, എങ്കിലും നിങ്ങൾ അത് നോക്കി എഴുതാൻ ശ്രമിക്കുക, കുറച്ചെങ്കിലും എഴുതാൻ ശ്രമിക്കുക. വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലെങ്കിലും ഒന്ന് ചെറിയ കുറിപ്പ് പോലെ തയ്യാറാക്കാൻ നോക്കുക. എത്രയും വിസ്മയം സർവജനങ്ങളും ചിത്രമെഴുതിയ പോലെ കാണായി വന്നു. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ചയുടെ വിവരണം എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തെഴുതാം? വീടിനു മുന്നിലെ വലിയൊരു ഇലഞ്ഞി മരത്തിൽ നൂറുകണക്കിന് മിന്നാമിന്നികൾ ഒന്നിച്ചു വരുന്നിരുന്ന് പ്രകാശിക്കുന്ന കണ്ടപ്പോൾ വലിയ വിസ്മയമാണ് തോന്നിയത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായ ഒരു അനുഭവം വേണം അവിടെ എഴുതാൻ വേണ്ടി. അപ്പൊ അതെങ്ങനെ വിശദീകരിച്ച് എഴുതാം? ഇരുണ്ട ആ മരം അലങ്കാര ബൾബുകൾ തൂക്കിയ ഒരു ക്രിസ്മസ് മരത്തേക്കാൾ ഭംഗിയുള്ളതായി മാറിയിരിക്കുന്നു. ആകാശത്തെ നക്ഷത്രങ്ങളെല്ലാം മണ്ണിലിറങ്ങി വന്ന് ആ മരത്തിൽ കുടിയേറിയതുപോലെയും തോന്നിപ്പിച്ചു. ആ കാഴ്ച എന്നെ അത്രമാത്രം ആകർഷിക്കുന്നതും വിസ്മയിപ്പിക്കുന്നതുമായിരുന്നു. ഒരു ചിത്രം വരച്ചു വെച്ചതുപോലെ മനോഹരമായ ആ ദൃശ്യം ഞാൻ നോക്കി നിന്നുപോയി. പ്രകൃതി ഒരു ചെറു ജീവിയിലൂടെ ഒരുക്കുന്ന ഈ വെളിച്ചപൂരത്തിന് മുന്നിൽ ഏത് ശാസ്ത്ര സാങ്കേതിക വിദ്യയും തോറ്റുപോകും. ഈ മോഡലിൽ വേണം എഴുതാൻ വേണ്ടി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിങ്ങളുടെ ജീവിതത്തിലും കാണും അല്ലേ? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് കാണും അല്ലേ? അപ്പൊ അത് വേണം അവിടെ എഴുതാൻ വേണ്ടി. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കുറിപ്പ് തയ്യാറാക്കാനുള്ളതാണ്. പക്ഷെ അവിടെ കവിത തന്നിട്ടുണ്ട്, അത് വെച്ച് വേണം നമ്മൾ കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിരന്നു നടുന്നു. സുഗതകുമാരി, നിങ്ങൾ പഠിച്ചതാണല്ലേ സുഗതകുമാരിയുടെ വരികള്. ഒരു തൈ നടാം, അവിടെ പഠിച്ചതല്ലേ. അപ്പൊ മരങ്ങൾ നമുക്ക് നൽകുന്ന എന്തെല്ലാം സേവനങ്ങളെ കുറിച്ചാണ് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ആൻസർ അവിടെ കൊടുക്കാം, എങ്കിലും നിങ്ങളുടെ ക്ലാസ്സിലെ മലയാളം ടീച്ചർ എന്താണേലും ആ ഒരു തൈ നടാം ആ ഭാഗത്തെ ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് കാണും. അതിന്റെ ആൻസറും ഇതിന്റെ ആൻസറും തമ്മിൽ വലിയ വ്യത്യാസം കാണുകയല്ല. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് പഠിക്കണമെന്നില്ല, എല്ലാം കൂടെ പഠിച്ചാൽ പഠിച്ചു തീരില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അത് വായിച്ചു നോക്കി അത് അറിയാമെങ്കിൽ അത് എഴുതിയാലും മതിയാവും കേട്ടോ. ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ പ്രാണവായു നൽകുന്നത് മരങ്ങളാണ്. മഴ പെയ്യുന്ന മഴ മണ്ണിലേക്ക് ഇറങ്ങുന്നതിനും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ മനോഹരിയാക്കാനും അങ്ങനെ നമ്മുടെ കണ്ണുകൾക്ക് കുളിർമയേകാനും മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ കഴിയും. കത്തുന്ന വെയിലിൽ നിന്നും ചൂടിൽ നിന്നും നമുക്ക് തണലും തണുപ്പും നൽകുന്നത് മരങ്ങളാണ്. മധുരമുള്ള പഴങ്ങളും മരങ്ങൾ നമുക്ക് നൽകുന്നു. ഇങ്ങനെ മനുഷ്യന്റെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് മരങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന് ഈ വരികൾ ലളിതമായി പറഞ്ഞു തരുന്നു. ഇപ്രകാരം മരങ്ങൾ നമുക്ക് നൽകുന്ന മഹത്തായ സേവനങ്ങളെ കുറിച്ചാണ് സുഗതകുമാരി ഓർമ്മിപ്പിക്കുന്നത്. ഇനി ചോദ്യം ബി, വിശകലനക്കുറിപ്പ് തയ്യാറാക്കാം. 4ാമത്തെ ക്വസ്റ്റ്യന്റെ വിശകലനക്കുറിപ്പ് തയ്യാറാക്കാൻ ബി ഉണ്ട്. ബാപ്പ എന്നെ കൊണ്ട് നീർനാഗത്തെ എടുപ്പിച്ച് തോട്ടിന്റെ അടുത്തു ചെന്നു. ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു. നീർനാഗം. ഈ പ്രവൃത്തിയിൽ തെളിയുന്നത് എന്ത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും മനുഷ്യന്റെ സ്വാർത്ഥതയ്ക്കോ വിനോദത്തിനോ വേണ്ടി ആരെയും ഒന്നിനെയും ദ്രോഹിക്കാൻ പാടില്ലെന്നുമുള്ള സന്ദേശം ഈ പ്രവൃത്തിയിലുണ്ട്.
കുടുക്കിൽപ്പെട്ട നീർനാഗത്തെ തോടിന്റെ അടുത്ത് കൊണ്ടുപോയി മോചിപ്പിക്കുന്നതിലൂടെ ഓരോ ജീവിക്കും അതിന്റെ സ്വാഭാവികമായ വാസസ്ഥലത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ബാപ്പ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ബഷീറിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വിധം പ്രകൃതിയെയും അതിലെ ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ അനുഭവം പ്രേരണയായിട്ടുണ്ടാകും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തെയും സഹജീവികളോട് കാണിക്കേണ്ട കാരുണ്യത്തെയും ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നു. ഇനി 5ാമത്തെ ചോദ്യമാണ്. കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ് ഇതും. അത് ഒരു കടങ്കഥ തന്നിട്ടുണ്ട്. നിങ്ങളുടെ 2ാമത്തെ പാഠത്തിലുള്ളതാണ് കടങ്കഥകൾ. ഇതുപോലെ കടങ്കഥ തരും. ആ കടങ്കഥയുടെ അർത്ഥവും ഇതൊക്കെ വെച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു കൊടുത്താൽ മതി. കാള കിടക്കും കയറോടും കടങ്കഥ വിശകലനം ചെയ്ത് ഭാഷാപരമായ പ്രത്യേകതകളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. കാള ഒരിടത്ത് കിടന്നാൽ പോലും അതിന്റെ കഴുത്തിലെ കയറ് ദൂരേക്ക് നീണ്ടു കിടക്കും. ഇതുപോലെയാണ് മഞ്ഞച്ചെടി. ഇതിന്റെ വള്ളികൾ ദൂരേക്ക് പടർന്നു പന്തലിക്കുമ്പോഴും അതിന്റെ കായ ഒരിടത്ത് തന്നെ കിടക്കുന്നതിനെയാണ് കാള കിടക്കുന്നതിനോട് സാമ്യപ്പെടുത്തുന്നത്. കഠിനമായ പദങ്ങളോ വ്യാകരണ നിയമങ്ങളുടെ സങ്കീർണതയോ ഇല്ലാതെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന കാള, കയർ തുടങ്ങിയ ലളിതമായ വാക്കുകളാണ് ഈ കടങ്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാർഷിക സംസ്കാരത്തിൽ നിന്ന് രൂപപ്പെട്ട ഈ കടങ്കഥ മലയാള ഭാഷയുടെ ലാളിത്യത്തെയും വാക്കുകളിൽ വലിയ ആശയം ഉൾക്കൊള്ളിക്കാനുള്ള ശേഷിയെയും ഓർമ്മിപ്പിക്കുന്നു. ഇനി ചോദ്യം 6. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചതാണല്ലേ? 1ാമത്തെ പാഠത്തില് പഠിച്ചതാണ്. പൂക്കളുടെയൊക്കെ ആ പാഠത്തില് പി മധുസൂദന്റെ പദസൂര്യൻ പോലെ കൊടുത്തിട്ട് കാണും അല്ലെ? അപ്പൊ അതില് ആ പദസൂര്യൻ നിങ്ങളൊന്ന് നോക്കണം. അപ്പൊ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ചോദിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ എഴുതേണ്ടതെന്നത് പദസൂര്യനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പോയിന്റ്സ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കവിതയോ ഒക്കെ തരുമ്പം എന്താണ് ആസ്വാദനക്കുറിപ്പ് എഴുതേണ്ടതെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. ഇവിടെ എന്തൊക്കെയാണ് ആസ്വാദനക്കുറിപ്പിൽ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? കവിതയുടെ ആശയം, പ്രയോഗ ഭംഗി എന്നിവ വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. പി മധുസൂദനാണ് കവിത എഴുതിയിരിക്കുന്നത്. കരിമേഘത്തിൻ കനിവായി ഭൂമിയിലൊരു മഴ പെയ്യുന്നു, ആ മഴയിൽ നിന്നീറക്കാടുകൾ കുടിനീർ മോന്തുന്നു, കൂവച്ചെടിയുടെ പൂവുകൾ പനിനീർ കുപ്പി നിറയ്ക്കുന്നു, മതിലിൽ പടരും പുല്ലിൻ നാമ്പുകൾ മുത്തുകൾ കോർക്കുന്നു, പച്ചില തോറും പവിഴക്കതിരുകൾ അഴകിൽ തൂക്കുന്നു, കരിമേഘത്തിൻ കനിവായി ഭൂമിയിൽ ഒരു മഴ പെയ്യുന്നു. പി മധുസൂദനൻ എഴുതിയ കവിതയാണ്. ഇനി നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിലും അതിന്റെ ജസ്റ്റ് അർത്ഥം വരുന്ന രീതിയിൽ ആ വരികള് വാക്യത്തിൽ എഴുതുന്ന പോലെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക കേട്ടോ. വേനലിന് ആശ്വാസമായി എത്തിയ മഴയെക്കുറിച്ചാണ് കവിത. കാർമേഘത്തിന്റെ കനിവാണ് ഭൂമിയിൽ മഴയായി പെയ്യുന്നത്. ദാഹിച്ചു വലഞ്ഞു നിൽക്കുന്ന ഈറക്കാടുകളെല്ലാം കുടിനീർ മോന്തുന്നത് ആ മഴയത്താണ്. കൂവച്ചെടിയുടെ പൂവുകളിൽ മഴവെള്ളം നിറയുന്നതിനെ കൂവച്ചെടി പനിനീർ കുപ്പി നിറയ്ക്കുന്നു എന്നാണ് കവി പറയുന്നത്. മതിലിലൂടെ പറ്റിപ്പിടിച്ച് പടർന്നു വളരുന്ന പുല്ലിൻ നാമ്പുകൾ പുതുമഴത്തുള്ളിയാൽ മുത്തുകൾ കോർക്കുകയാണ്. പച്ചിലകളിൽ മഴത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് പവിഴം കൊണ്ട് തൊങ്ങൽ ചാർത്തിയതായി കവി സംശയിക്കുന്നു. ഇങ്ങനെ വേനലിൽ പെയ്ത പുതുമഴ ഈ ഭൂമിയെ എത്രമാത്രം സുന്ദരമാക്കി മാറ്റുന്നു എന്ന് കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതുകൂടാതെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? 1ാമത്തെ പാഠത്തിൽ നിങ്ങൾ ധാരാളം പൂക്കളെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നല്ലേ? അപ്പം ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് എഴുതൂ. അതിന്റെ സവിശേഷതകളും കൂടി വെച്ച് എഴുതൂ. പിന്നെ എന്താണ്? ഒരു പൂന്തോട്ടത്തെ കുറിച്ച് എഴുതാൻ പഠിച്ചിരിക്കുക. പിന്നെ എന്താണ്? നിങ്ങൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്ന കുറച്ച് സെന്റൻസുകൾ പഠിച്ചിരിക്കണം. പിന്നെ നാട്ടുപൂക്കളും ഇപ്പോഴുള്ള നിലവിലുള്ള പൂക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പോൾ കൂടുതലും ഏത് പൂക്കളാണ് അറിയപ്പെടുന്നത്? ഇങ്ങനെയൊക്കെ ഉപന്യാസം പോലെ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ പിന്നെ എന്താണ്? കത്ത് എഴുതാൻ ചോദിക്കും, ഡയറി എഴുതാൻ ചോദിക്കും, പിന്നെ പോസ്റ്റർ തയ്യാറാക്കാൻ പഠിച്ചിരിക്കണം, നോട്ടീസ് തയ്യാറാക്കാനും പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്? കത്ത് എഴുതാൻ പഠിക്കണം, നോട്ടീസ് എഴുതാൻ പഠിക്കണം, പോസ്റ്റർ തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം, ഡയറി എഴുതാനും പഠിച്ചിരിക്കണം. കത്ത്, ഡയറി, പോസ്റ്റർ, നോട്ടീസ്.
പിന്നെ ഉപന്യാസം പോലെ എഴുതാനും നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും കത്തെഴുതാനോ ഈ ഭാഗത്തെ വെച്ചുള്ള കത്തോ ഡയറിയോ നോട്ടീസോ പോസ്റ്ററോ ഇതേതെങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ടീച്ചർ അതിന്റെ റിപ്ലൈ ആയിട്ട് അതിന്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതുവാണല്ലേ, അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റും കൂടെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.